ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നു. സോണിയാഗാന്ധിയുടെ നിലപാട് നിർണായകം. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. സോണിയാഗാന്ധിയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബംഗളൂരുവിൽ പോയതിനാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി നേരിട്ടുള്ള ചർച്ചകൾ ഉണ്ടായില്ല. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ തുടർന്നിരുന്ന രമേശ് ചെന്നിത്തലയും നാട്ടിലേക്ക് മടങ്ങി. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. തമിഴ്നാട് നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. തമിഴ്നാട്ടിലെ നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. രാവിലെ 9:30 സെക്രട്ടേറിയറ്റിലാണ് ചടങ്ങുകൾ നടക്കുക. നാളെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കും. 13-നാണ് TVK സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കുക. ഇന്നലെ ചേർന്ന DMK നിയുക്ത MLA-മാരുടെ യോഗത്തിൽ മുൻ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. മുൻ മന്ത്രി KN നെഹ്റുവാണ് നിയമസഭാ കക്ഷി ഉപനേതാവ്. കാട്ടാക്കട KSRTC ഡിപ്പോയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ പീഡിപ്പിച്ച സംഭവം കേസെടുത്ത പോലീസ്. തിരുവനന്തപുരം കാട്ടാക്കട KSRTC ഡിപ്പോയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ പീഡിപ്പിച്ച സംഭവത്തിൽ കേസെടുത്ത പോലീസ്. സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലൈംഗികാതിക്രമത്തിനാണ് കേസ്. ഒളിവിൽ പോയ പ്രതി ബ്രൂസ്ലി ഷിബുവിന് ഇതുവരെ കണ്ടെത്തുവാനായിട്ടില്ല. ഇതിനിടെ ഡിപ്പോയിലെ CCTV ദൃശ്യം ചോർന്നതിൽ KSRTC ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. ഹാൻഡ വൈറസ് MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി പുരോഗമിക്കുന്നു. ഹാൻഡ വൈറസ് ബാധിച്ച MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി പുരോഗമിക്കുന്നു. മൊറോക്കൻ തീരത്തെ സ്പാനിഷ് ദ്വീപായ ടെനറൈഫിലാണ് നിലവിൽ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. യാത്രക്കാരെ വിമാനമാർഗം അതത് രാജ്യങ്ങളിലേക്കായിരിക്കും മാറ്റുക. മടങ്ങിപ്പോകുന്ന യാത്രക്കാർ 72 മണിക്കൂർ ഐസൊലേഷന് ശേഷം 45 ദിവസം വീടുകളിൽ തന്നെ തുടരണമെന്നും നിർദ്ദേശമുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. ഇറാന്റെ മറുപടി അംഗീകരിക്കാനാകില്ലെന്ന് ട്രംപ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാനാകാത്തതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ചൈന സന്ദർശനം ഈ ആഴ്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും സമ്മർദ്ദം ശക്തമാണ്. യുദ്ധം സൃഷ്ടിച്ച ആഗോള ഊർജ്ജ പ്രതിസന്ധിയും സാമ്പത്തിക തകർച്ചയും ലോകരാഷ്ട്രങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാകും? PBയുടെ നിർണായക തീരുമാനം ഇന്ന്. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPIM പോളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്നുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായത്തിലാണ് പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB അനുമതി നൽകും എന്നാണ് സൂചന. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണം എന്ന CPIയുടെ ആവശ്യത്തോടെ അനുഭാവപൂർവമായ നിലപാടല്ല CPIM നേതൃത്വത്തിന് ഉള്ളത്. എന്നാൽ വിഷയം പരിഗണിക്കുമ്പോൾ ഇക്കാര്യവും ചർച്ചയ്ക്കായി വന്നേക്കും എന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. എൽ ക്ലാസിക്കോയിൽ റയലിനെ പിടിച്ചുകെട്ടി FC ബാഴ്സലോണ സ്പാനിഷ് ലീഗ് ചാമ്പ്യന്മാർ. FC ബാഴ്സലോണ സ്പാനിഷ് ലീഗ് ചാമ്പ്യന്മാർ. ചിരവൈരികളായ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചാണ് ബാഴ്സ കിരീടമുറപ്പിച്ചത്. കറ്റാലൻ ജനതയുടെ അവകാശ പോരാട്ടങ്ങളുടെ അടയാളമായ ക്യാമ്പ് നൗവിൽ ചിരവൈരികളെ കീഴടക്കിയാണ് ലാ ലീഗ കിരീടധാരണം. 9-ാം മിനിറ്റിൽ തന്നെ ബാഴ്സ ലീഡെടുത്തു. ഇംഗ്ലീഷ് താരം മാർക്കസ് റാഷ്ഫോർഡിന്റെ ഫ്രീ കിക്ക് റയൽ ഗോൾ കീപ്പർ തിബോ കോർത്തുവയെ കാഴ്ചക്കാരനാക്കി വലയിലെത്തിച്ചു. 10 മിനിറ്റിനപ്പുറം ഫെറാൻ ടോറസിലൂടെ 2ാം ഗോളും നേടി. ലീഡ് ഉയർത്തുവാൻ ബാഴ്സയുടെയും തിരിച്ചടിക്കുവാനുള്ള റയൽ മാഡ്രിഡിന്റെയും ശ്രമങ്ങൾ ലക്ഷ്യം കാണാതായതോടെ കളി 2-0 തീർന്നു. അച്ഛന്റെ വിയോഗത്തിന്റെ ഇടയിലും ടീമിനൊപ്പം തുടരുവാൻ തീരുമാനിച്ച കോച്ച് ഹാൻസി ഫ്ലിക്കിനുള്ള ആദരം കൂടിയായിരുന്നു ബാഴ്സയ്ക്ക് 29ാം ലാലിഗ കിരീടം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.